നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി നടത്തിയ എക്സാമിൻ്റെ സയൻസ് ക്വസ്റ്റ്യൻസ് മാത്രം പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ജീവകം ഇ. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ജീവകം ഇയുടെ പേര് ബ്യൂട്ടി വിറ്റമിൻ കൂടിയുണ്ട്. ബ്യൂട്ടി വിറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ, ബ്യൂട്ടി വിറ്റമിൻ. അതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിനും ജീവകം ഇ ആണ്. അതുപോലെ തന്നെ വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ആരാണ്? ജീവകം ഇ ആണ്. വന്ധ്യത മീൻസ് കുട്ടികളുണ്ടാകാത്ത അവസ്ഥ. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ കുറവാണ്. ജീവകം അതുകൊണ്ട് തന്നെയാണ് അതിന് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്ന് പറയുക. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ കുറവാണ്. അതുപോലെ ഹോർമോണെ കണക്കാക്കുന്ന ജീവകവും ഏത് തന്നെയാണ്? ജീവകം ഇ ആണ്. ഹോർമോണെ കണക്കാക്കുന്ന ജീവകം ഇ ആണ്. അതുപോലെ വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കുറവാണ്. അതുപോലെ എന്താ പറഞ്ഞ വിറ്റമിൻ ഇ ബ്യൂട്ടി വിറ്റമിൻ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഹൃദയത്തെ സൂക്ഷിക്കുന്ന വിറ്റമിൻ ഏത് തന്നെയാണ്? ജീവകം ഇ തന്നെയാണ്. ഓക്കെ, ജീവകം ഡി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അഭാവത്തുണ്ടാകുന്ന രോഗം നിങ്ങൾക്കറിയാം, കണ എന്ന രോഗം, റിക്കറ്റ്സ് അല്ലേ. അതേപോലെ ജീവകം കെ എന്ന് പറയുമ്പോൾ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. ജീവകം എയുടെ അറിയൽ, അതിൻ്റെ കുറവ് എന്താണ്? നിശാന്തത എന്ന അസുഖമാണ് ഉണ്ടാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ശരിയാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. അതായത് മലേറിയയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയമാണ് മലേറിയയുടെ രോഗകാരി എന്ന് പറഞ്ഞാൽ. പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം മലേറിയൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയമാണ് മലേറിയയുടെ രോഗകാരി എന്ന് പറഞ്ഞാൽ. ഇനി മലേറിയ പരത്തുന്ന ജീവി ഏതാണ്? കൊതുകാണ്. അനാഫിലിസ് മൊസ്കിറ്റോ, ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ ആണ് മലേറിയ പരത്തുന്ന ജീവി അല്ലെ കൊതുക്. ഫീമെയിൽ, അതായത് പെൺകൊതുക്, അനാഫിലിസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്ന ജീവി എന്ന് പറഞ്ഞാൽ അല്ലേ. ഏറ്റവും മാരക മലമ്പനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഫാൽസിപ്പാറം മലമ്പനിയാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയും. ഫാൽസിപ്പാറം മലമ്പനിക്ക് മറ്റൊരു പേരെന്താണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും കൂടാണ് പറയുന്നത്. ഇതിന് കൊടുക്കുന്ന ഔഷധം ശരിക്കും എന്താണ്? മലമ്പനിക്ക് കൊടുക്കുന്ന ഔഷധം എന്ന് പറഞ്ഞാൽ ക്വിനൈൻ ആണ്. ക്വിനൈൻ ആണ് മലമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഔഷധം. പ്ലാസ്മോഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? മലേറിയയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്രൊട്ടോസോവയാണത്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി, സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം അല്ലേ. ഇവിടെ തലാമസ് ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ഹൈപ്പോതലാമസും ഒക്കെ ഉണ്ട്. സെറിബ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വബോധം അല്ലെങ്കിൽ ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനം എവിടെയാണ്? സെറിബ്രം അല്ലേ. അതുപോലെ കാഴ്ച, കേൾവി, മണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. അതായത് നമ്മുടെ കൈയും കാലും പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാവരാണ്? സെറിബ്രമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. നമ്മുടെ കൈകാൽ ചലനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രത്തിൻ്റെ കഴിവാണ്, സെറിബ്രത്തിൻ്റെ ധർമ്മമാണ്. ഇനി സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മസ്തിഷ്കത്തിന് ഏറ്റവും താഴെ കാണുന്ന ചെറിയ ഭാഗമാണെന്ത്? സെറിബെല്ലം എന്ന് പറയുക. അതായത് നമ്മുടെ മാംസപേശികളെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതാണെന്ത്? സെറിബെല്ലം ചെയ്യുക. അല്ലെങ്കിൽ ബോഡിയുടെ തുലനനില എന്ന് പറയും. തുലനനില പാലിക്കുക എന്ന് പറയും. ശരീരത്തിന് തുലനനില പാലിക്കുന്ന ആരാണ്? തുലനം മീൻസ് ബാലൻസ് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാലൻസ് പാലിക്കുന്ന ആരാണ്? ഈ സെറിബെല്ലമാണ്. തുലനനില പാലിക്കുന്ന സെറിബെല്ലമാണ്. ഏറ്റവും താഴെ കാണുന്ന ചെറിയ ഭാഗമാണ് സെറിബെല്ലം. ഇനി ഹൈപ്പോതലാമസ് എന്താണ്? ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ ദാഹം അല്ലെങ്കിൽ വിശപ്പ് അല്ലേ, അതുപോലെ വരുന്ന കാര്യങ്ങൾ, ലൈംഗിക ആസക്തി, അതുപോലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ്. അതും ഈ താഴ്ഭാഗത്താണ് കാണപ്പെടും അല്ലേ. സെറിബ്രത്തിൻ്റെ ഒരു താഴ്ഭാഗത്താണ്, ഇടയ്ക്ക് കാണപ്പെടും. ദാഹം, വിശപ്പ്,
ലൈംഗികാസക്തി അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ പ്രധാന 2 ഹോർമോൺസ് ഉണ്ട് അതായത് നിയന്ത്രിക്കുന്നത്, പുറപ്പെടുവിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഓക്സിറ്റോസിനും മറ്റൊന്ന് വാസോപ്രസിനും. ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ഈ ഹൈപ്പോതലാമസ് സ്രവിക്കുന്ന ഹോർമോൺസ്. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിനാണ് ഹൈപ്പോതലാമസ് സ്രവിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ തലാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഈ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവയവങ്ങളുടെ പുനഃപ്രസരണം, അതായത് എല്ലാ കാര്യവും മുന്നോട്ട് വരുന്നുണ്ട്. ഈ തലാമസിൽ വന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവുക, സെറിബ്രത്തിലേക്ക് പോവുക. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെയൊക്കെ ആവേഗങ്ങൾ, അല്ലെ, നാടുകൾ വഴിയുള്ള ആവേഗങ്ങൾ തലാമസിൽ വന്നിട്ട് സെറിബ്രത്തിലേക്കാണ്. സെറിബ്രം വലുതാണെങ്കിൽ ആയിരിക്കും. അപ്പം തലാമസിൽ വന്ന് നിന്നിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് പോവുക, സെറിബ്രത്തിലേക്ക് കൊണ്ട് എത്തിക്കുക. അവിടെ നിന്നാണ് നമുക്ക് വീണ്ടും അറിയിപ്പ് തിരിച്ചു ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ പോലും നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ആവയവങ്ങൾ, നാടുകൾ വഴി ആവയവങ്ങളായിട്ട് വേഗം വന്ന് തലാമസിൽ വരുന്നു. തലാമസിൽ നിന്ന് വീണ്ടും അത് പുനഃപ്രശ്നം ചെയ്യപ്പെടുക, സെറിബ്രത്തിലേക്കും അവിടെ തിരിച്ചും പുനഃപ്രശ്നം. അപ്പോൾ ഇടയ്ക്കൊരു ജോയിൻറ്റ് പ്രവർത്തിക്കുന്ന ആരാണ്? തലാമസാണ്. ഓക്കെ. അപ്പോൾ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഭാഗം, അല്ലേ? അതാണ് സെറിബ്രം എന്ന് പറഞ്ഞാൽ. ഹൈപ്പോതലാമസിൻ്റെ 2 ഹോർമോൺ ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. ഇനി അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആൻസർ ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് തത്വം. നെക്സ്റ്റ്, UV തരംഗവും ലോഹപദരത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്? എക്സ് തരംഗം. അതായത് എക്സ് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഉണ്ടാകുക. എക്സ് തരംഗം പ്രവർത്തിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നതിൽ നീളത്തിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ്, നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസക് ആണ്. പാർസക് ആണ് നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, ഒരു ഏകാത്മക മിശ്രിത ഉദാഹരണം എന്താണ്? ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം, ഏകാത്മക മിശ്രിത ഉദാഹരണം ഏതാണ്? ആൻസർ ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളമാണ് ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ. ഇവിടെ കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ വെച്ചാലും എന്താണ്? അടിയും, അല്ലേ? വെള്ളം മുകളിലും ബാക്കി താഴെ അത് സ്റ്റാർച്ചിൻ്റെ കിടക്കും. ചെളിവെള്ളമായാലും ചെളി അടിയുന്നുണ്ട്, അല്ലേ? ചെളി കിടക്കും, മേളി വെള്ളം. ചോക്ക് പൊടിയും വെള്ളമായാലും അങ്ങനെ സംഭവിക്കും. ഉപ്പുവെള്ളം കലക്കി വെച്ചാൽ അതങ്ങനെ തന്നെ ഇരിക്കും, അടിയാറൊന്നുമില്ല. നല്ലവണ്ണം കലക്കി വെച്ചാൽ അടിയത്തില്ല, ഒരേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക. അത് ഓർത്താൽ മതി. ഏകാത്മകം എന്ന് പറയുമ്പോൾ ഉപ്പുവെള്ളമാണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? ആൻസർ എന്ന് പറയുമ്പോൾ മർദ്ദവും ഊഷ്മാവും കൂട്ടുക. മർദ്ദവും ഊഷ്മാവും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ പറ്റിയ സാഹചര്യമാണ്. മർദ്ദവും കൂട്ടണം, ഊഷ്മാവും കൂട്ടുമ്പോൾ ഒരു വാതകത്തിനെ ദ്രാവകമാക്കി മാറ്റാൻ കഴിയുന്നു. നെക്സ്റ്റ് വൺ, സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം ഇതിനെ എങ്ങനെ ക്രമീകരിക്കപ്പെടാം? അതായത് ഒന്ന് സ്വർണ്ണാഭരണം മിശ്രിതമെന്നും പഞ്ചസാര സംയുക്തമെന്നും ഉപ്പുവെള്ളം മിശ്രിതമെന്നും പറയാം. സ്വർണ്ണാഭരണം മിശ്രിതം, പഞ്ചസാര സംയുക്തം, ഉപ്പുവെള്ളം മിശ്രിതം. അടുത്ത ക്വസ്റ്റ്യൻ, നിത്യം ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM-ൽ ഡാഷ് കൂടുതലായിരിക്കും. ഏതാണ്? TFM 90% കൂടുതലായിരിക്കും. 2ാം ഗ്രേഡ് സോപ്പിന് TFM 90 കൂടുതലായിരിക്കും. ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? നോവൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ആൽഫ എന്ന നോവൽ. ഉപലേന്ദു ചാറ്റർജിയുടെ ആൽഫ എന്ന നോവലാണ്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ആൻസർ പോർച്ചുഗൽ. കാർട്ടസ് വ്യവസ്ഥ പോർച്ചുഗൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം, ബോക്സർ കലാപത്തിൻ്റെ വർഷം ഏതാണ്? ബോക്സർ കലാപം നടക്കുന്ന വർഷം ഏതാണ്? 1900, 901 900 ബോക്സർ കലാപം. 1900, 901 ബോക്സർ കലാപം. ബോക്സർ.
നെക്സ്റ്റ് വൺ, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ഇൻക സംസ്കാരം. ചിലി, പെറു, ഇൻക സംസ്കാരമാണ്. നെക്സ്റ്റ്, കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? MGS നാരായണൻ. MGS നാരായണൻ. കോഴിക്കോടിൻ്റെ കഥ MGS നാരായണൻ്റെയാണ്. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ആൻസർ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ആൻസർ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. മധ്യപ്രദേശും ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ്. അടുത്തത്, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ആർഗൺ എന്ന് പറയുമ്പോൾ 3-ാം സ്ഥാനം വരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് 4-ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ആർഗണും കാർബൺ ഡൈ ഓക്സൈഡും. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ് 2 പ്രധാന ഉഷ്ണശീതജല പ്രവാഹങ്ങൾ. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ്? ആൻസർ ഹിമപ്പുലിയാണ്. ഹിമപ്പുലി. ഹിമപ്പുലി. ഹെമിസിൽ വരുന്നത് ഹിമപ്പുലിയാണ്. നെക്സ്റ്റ് വൺ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള എന്ന് പറയുമ്പോൾ ഏതാ വരിക? തിരുവനന്തപുരമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി. അറിയാം, താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത എത്രയാണ്? ആൻസർ 1 ആയിരിക്കും. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? RBI ആണ്. നെക്സ്റ്റ് വൺ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പറയുന്ന പേരെന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? വില മെക്കാനിസം. നെക്സ്റ്റ് വൺ, ഒരു വ്യക്തിയുടെ ഉപയോഗം എപ്പോഴും എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ആയിരിക്കണം. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം. ഒരേ ഒരു വാങ്ങൽക്കാരൻ. ഇത് മോണോപ്സോണി എന്ന് പറയും. മോണോപ്സോണി. എക്കണോമിക്സ് ആണ് ഭാഗം മുഴുവൻ. നെക്സ്റ്റ് വൺ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഇല്ല, 42ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 78 അല്ലേ? എത്രാം ഭേദഗതി പ്രകാരം? 44ാം ഭേദഗതി പ്രകാരം. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? GV മൗലങ്കാർ ആണ് പ്രഥമ സ്പീക്കർ. മൗലങ്കാർ പ്രഥമ സ്പീക്കർ. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് ഏത് വർഷം? പാസ്സാക്കിയ വർഷം 2019 ഡിസംബർ 11. 2019 ഡിസംബർ 11. കുറേ മൊബൈൽ ഫോൺസ് ഒക്കെ ഇറങ്ങി തുടങ്ങിയ സമയം. 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വരുമാനം, അതുപോലെ തന്നെ വരുമാന നികുതിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഭരണഘടനാ ഇതര സ്ഥാപനം ഇതര സ്ഥാപനം ഏതാണ്? മറ്റ് സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? നീതി ആയോഗ് അല്ലേ? ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അറ്റോർണി ജനറൽ, കമ്മീഷൻ. നീതി ആയോഗ് ഭരണഘടനാ ഇതര സ്ഥാപനമാണ്. നെക്സ്റ്റ്, നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. നഗരപാലിക ആക്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74ആണ്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് M.A. പരീത്പിള്ള. ജസ്റ്റിസ് M.A. പരീത്പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ആൻസർ 1969 ഭൂപരിഷ്കരണ ഭേദഗതി 69. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയൊക്കെയാണ്? ആൻസർ 100 ദിനം. 100 ദിനം. നെക്സ്റ്റ്, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം. തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 2008 തണ്ണീർത്തടം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. ആൻസർ 18. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് കോവിഡ് വകഭേദമായ ഒമിക്രോണിന് പേര് ലഭിച്ചത്. നെക്സ്റ്റ് വൺ, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഡോപ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോപ്സൺ യൂണിറ്റ് എന്താണ്? ആൻസർ അന്തരീക്ഷത്തിൻ്റെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ. അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ. നെക്സ്റ്റ് വൺ, 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ വരുന്നത് മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നതാണ്. കേരള കായിക ദിനം ആചരിക്കുന്ന എന്നാണ്? കേരള കായിക ദിനം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 13. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? A.K. ഗോപാലൻ. വരയുടെ പരമേശ്വരൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരാണ്? വരയുടെ പരമേശ്വരൻ എന്ന് പറയുന്നത് KM വാസുദേവൻ നമ്പൂതിരി. വേഗം നോക്കാം. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്? 1996. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ്? അയ്യങ്കാളി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എറണാകുളം ജില്ല. വീരകേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? വീരകേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? പഴശ്ശിരാജ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ, പാക്കിയുടെ റാഡ്ക്ലിഫ്. ഓക്കെ, പാകിസ്ഥാൻ റാഡ്ക്ലിഫ് അങ്ങനെ എഴുതാം. റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ. സജീവ അഗ്നിപർവ്വതമായ ബാരൻദ്വീപ്. സജീവമാണേത്? ബാരൻദ്വീപ്. ആൻഡമാൻ നിക്കോബാർ. നിക്കോബാറിലാണ് ബാരൻദ്വീപ് കാണുക. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നെക്സ്റ്റ് വൺ, സമതലങ്ങളിൽ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സമതലങ്ങളിൽ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ പറയുന്ന പേരെന്താണ്? ഖാദർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. ഇന്ത്യയിൽ ആദ്യമേ വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമേ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചി. ഓക്കെ. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല നിന്നുമാണ്. കാർഷികം, വ്യവസായം, സേവനം ഇവിടെ നിന്നുമാണ് ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ. നെക്സ്റ്റ് വൺ, മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഭൂട്ടാനാണ് മാനവ സന്തോഷ സൂചിക. ഭൂട്ടാൻ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. പ്രഥമ ചെയർമാൻ നാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ വരുന്നത് 2005.
നെക്സ്റ്റ്, മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഏത് ഭേദഗതി വഴിയാണ്? 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വഴി. 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ നദി ആരാണ്? ഗംഗ. ജനഗണമനെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. 1950 ജനുവരി 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണ്? 3:2. 3:2 ആണ് അളവിൻ്റെ അംശബന്ധം വരിക. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? വന്ദേ മാതരത്തിൻ്റെ ഭാഷ എന്താണെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ബംഗാളി ഭാഷ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? 2009. ഗംഗാ ഡോൾഫിൻ 9. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴ്സൺ പ്രഭുവാണ്. ആരാണ്? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി വരുന്നത് ഗാഫർ ഖാൻ. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. റെയിൽവേ വന്ന വർഷം 1853. ഓക്കെ. നീൽ ദർപ്പൺ എന്ന നാടൻ രചിച്ചവരാണ് ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? നാനാ സാഹിബിന്റെ കലാപം നയിച്ച സ്ഥലം ഏതാണ്? കാൻപൂർ. ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയത് കൊണ്ടുവന്നത് ആരാണ്? ദത്തവകാശം കൊണ്ടുവന്നിരിക്കുന്നത് ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് പറയുമ്പോഴത്തേക്കത് ടിപ്പു സുൽത്താൻ. ഓക്കെ, നോക്കാം. പട്ടണം വരുമ്പോഴത് ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം സന്ധി അല്ലെങ്കിൽ ഉടമ്പടി ടിപ്പു എന്ന് പറയും. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇല്ല, വെളിയിലാണത്, നമ്മുടെ കേരളത്തിലല്ല, അതോർത്താൽ മതി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം, ആ പേര് തന്നെ. ആൻസർ എന്താ വരിക? നമുക്കത് തിരുനെൽവേലി. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? ഭരണഘടനയുടെ താക്കോൽ എന്ന് പറയുന്നത് ആമുഖം ആണ്. കേരളത്തിൽ 100 കിലോമീറ്റർ ഏറെ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 11 ആകെയുള്ളൂ. 11. പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി ജില്ല. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്? മുനിസിപ്പൽ കോർപ്പറേഷൻ എത്ര എണ്ണമുണ്ട്? 6 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം? 2017. കൊച്ചി മെട്രോ വെള്ളമാണ്, 7 അല്ലേ? വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ 2017. റെയിൽ 2017 വാട്ടർ മെട്രോ അല്ല, കൊച്ചി മെട്രോ ട്രെയിനിൻ്റെ ആണത്, റെയിലാണ്. ഓക്കെ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം എന്ന് പറയുന്ന ആരാണ്? MD വത്സമ്മ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. സമത്വ സമാജം എന്ന് പറയുമ്പോൾ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. സ്ത്രീകളാണ് നിർത്തലാക്കിയത്. കല്ലുമാല സമരം നടത്തിയ ആരാണ്? അയ്യൻകാളി. ജാതിക്കുമ്മി എന്ന് പറയുമ്പോൾ കവിത ആരാണ്? ജാതിക്കുമ്മി എന്ന് പറയുമ്പോഴത് കറുപ്പൻ. ജാതിക്കുമ്മി ഇല്ല, കറുത്ത ജാതി എന്നൊക്കെ ഒരു പ്രത്യേക വേർതിരിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ. തോൽവിറക് സമരം നടന്ന ഏത് ജില്ലയിൽ? തോലും വിറക് സമരം കാസർഗോഡ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. 1809 കുണ്ടറ വിളംബരം നടന്ന വർഷം. അടുത്തത്, കേരളത്തിൽ
ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? എന്തിനെയാണ് ഗാന്ധിജി ആധുനികതയിലെ മഹാത്ഭുതം? ക്ഷേത്രപ്രവേശന വിളംബരം ആധുനികതയിലെ മഹാത്ഭുതം. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫലി. കേരള ഗാന്ധി അറിയപ്പെടുന്ന കെ കേളപ്പൻ. ഇനി പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ മനുഷ്യന്റെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 32 അല്ലേ. അതിന് മുൻപുള്ള പല്ലുകളൊക്കെ എന്താണ്? പാൽപ്പല്ലുകൾ. ഏകദേശം 20 വരെ അല്ലേ പാൽപ്പല്ലുകളാണ് വരിക. അതിനുശേഷം വരുന്ന പല്ലപ്പോഴെന്താണ്? വിസ്ഡം ടീത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 32 എണ്ണം. ഇനി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യൻ്റെ അടുത്ത് നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. നമ്മുടെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പുണ്ടല്ലേ, അതിലേക്കാണ് ആഗിരണം ചെയ്തതിനു ശേഷം അവിടെ വെച്ചാണ് വിറ്റമിൻ ഡി എന്ന് അത് ഉൽപ്പാദിപ്പിച്ചെടുക്കുക അല്ലേ. ത്വക്കിലൂടെയാണ് അതിലുള്ള വിറ്റമിൻ, കൊഴുപ്പാണ്, ത്വക്കിനടിയിലുള്ള കൊഴുപ്പിലൂടെയാണ് നമുക്ക് വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ. നെക്സ്റ്റ്, COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ ജീവിയാണ്? ഏത് വിഭാഗത്തിൽപ്പെടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറസ്. അത് നമുക്ക് ഊഹിക്കുക, കാരണം കോവിഡ് എന്ന് പറയുക വേഗം സ്പ്രെഡ് ചെയ്തൊരു സാധനമായിരുന്നു. അപ്പം വൈറസ് തന്നെയാണ് അതിൻ്റെ രോഗകാരി എന്ന് പറയാം. ഇനിയും മനുഷ്യശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക? മനുഷ്യശരീരത്തിലെ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക? ഏത് ഭാഗമാണ്? ചെറുകുടൽ അല്ലേ. അതായത് ചെറുകുടലാണ്. അന്നപഥം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? നമ്മുടെ വായ അല്ലേ, വാ വരുന്നുണ്ട്. ദെൻ ഇത് അന്നനാളം എന്ന് പറയും. ദെൻ ആമാശയം, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പക്വാശയം വരുന്നുണ്ട്. ചെറുകുടൽ എന്ന് പറയൂല്ലേ. എന്നിട്ട് വൻകുടൽ, ദെൻ മലാശയം, മലദ്വാരം എന്ന് പറയും. അപ്പോൾ ഇവിടെ വാ വരുന്നുണ്ട്. ഇത് അന്നപഥത്തിലെ ഒരു ചലനത്തിൻ്റെ പേരെന്താണ്? പെരിസ്റ്റാൾസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ പെരിസ്റ്റാൾസ് എന്ന് പറഞ്ഞ ചലനം മുഖേനയാണ് നമ്മുടെ കഴിക്കുന്ന ഫുഡ് താഴേക്ക് ഇറങ്ങി ആമാശയത്തിലേക്ക് വരിക. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് HCl എന്നാണ് അല്ലേ. അത് കഴിഞ്ഞ് ആ ഭാഗത്ത് കരളുണ്ട് അല്ലേ, അവിടെ നിന്ന് പക്വാശയമുണ്ട്. ഇതൊക്കെ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ചെറുകുടലുണ്ട്. ചെറുകുടലിൽ ഏറ്റവും നീളമുള്ള ചെറുകുടൽ തന്നെയാണ് ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭിത്തിയിൽ എന്തുണ്ട്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വേറെന്താ കാണപ്പെടുക? ഈ ആഹാരം പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന ചെറുകുടലിലാണ്. അവിടെ ആരുണ്ട്? അതിൻ്റെ ചെറുകുടലിൽ മാത്രം എടുത്താൽ അതിൻ്റെ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ എന്തുണ്ട്? വിരൽ പോലെയുള്ള സാധനമുണ്ട്. അതിനെന്താ പറയുക? വില്ലസുകൾ എന്ന് പറയുക. എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ, വില്ലസുകൾ എന്ന് പറയുക. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആഹാരഘടകങ്ങൾ, പോഷകഘടകങ്ങൾ അല്ലേ, ആഹാരത്തിൻ്റെ പോഷകഘടകങ്ങൾ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടാം. അപ്പോൾ വില്ലസുകളിൽ നിന്ന് പ്രത്യേക സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, എങ്ങനെ വരയ്ക്കും? അതായത് അവിടെ ഇതുപോലെ വന്നിട്ട് ബ്ലഡ് വെസൽസിലെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ലിംഫും ഒക്കെ ഉണ്ട്. ആ ബ്ലഡിലേക്കാണ് ആഹാരം വലിച്ചെടുക്കുക. അപ്പം ഈ വില്ലസ് ഉള്ളപ്പോൾ എന്ത് സാധിക്കുന്നുണ്ട്? ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം അല്ലെ, ആഗിരണത്തിൻ്റെ പ്രതല വിസ്തീർണം കൂടാൻ സഹായിക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ചെറുകുടലിൽ ആരുണ്ട്? വില്ലസുകൾ എന്ന് പറഞ്ഞ ഫിംഗർ പോലുള്ള സാധനങ്ങൾ ഉണ്ട്. അതുവഴിയാണ് ആഹാരത്തിൻ്റെ പോഷകഘടകങ്ങൾ ബ്ലഡിലേക്ക് എല്ലാ ഭാഗത്തോട്ടും പോകുന്നത്. അപ്പോൾ ഈ വില്ലസിൻ്റെ പ്രത്യേകത എന്താണ്? ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുക എന്നാണ്. അത് കഴിയുമ്പോൾ അവിടെ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. അങ്ങനെ പോഷകങ്ങളായി മാറുന്നു. പോഷകങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് അല്ലേ? അന്നജം എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലൂക്കോസായി മാറുന്നു അല്ലേ, ഗ്ലൂക്കോസ് എന്ന് പറയുന്നു. പിന്നെ എന്താണ് പറയുന്നത്? മാംസ്യം അല്ലേ, അതെന്താകുന്നു? അമിനോ ആസിഡ്സായി മാറുന്നു. കൊഴുപ്പ് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളുമായിട്ട് മാറുന്നു. അതാണ് ഏറ്റവും കുഞ്ഞു പോഷകങ്ങൾ. അതെന്താണ്? ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് എന്താ വരിക? അതിൽ വൻകുടൽ അല്ലേ, അതിൽ ബോളസ് ആക്കി വരുന്നില്ല. അവിടെ വെച്ചാണ് ജലത്തിൻ്റെ പുനരാഗമനം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മലാശയത്തിൽ വരുന്നുണ്ട്. മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്ന വേസ്റ്റ് മാത്രം അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴേ അതിൻ്റെ ഫൈബറിൻ്റെ ആക്ടിവിറ്റി നടക്കുന്ന ഇവിടെയാണ്. മലാശയത്തിൽ വൻകുടലിലാണ് നടക്കുക, ഫൈബറിൻ്റെയൊക്കെ ഉപയോഗം നടക്കുക. അതായത് ഇവിടെ വരുന്ന വേസ്റ്റിനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണേ ആരും കൂടെ സഹായിക്കണം. ഫൈബർ, നമ്മൾ കഴിക്കുന്ന നാര് കഴിക്കലോ, നാര് മീൻസ് ഇലക്കറിക്കകത്തും അതുപോലുള്ള നാരുകളില്ല. അപ്പോൾ അതിനകത്തുള്ളത് ഇവിടെ സഹായകമാകുന്നു. അതിന് പ്രത്യേകിച്ച് എനർജി തരുന്നില്ല നാരുകളൊന്നും. പക്ഷേ ഇവിടെ ഉപയോഗമുണ്ട്. നമ്മുടെ വൻകുടലിൽ വരുന്ന വേസ്റ്റ് പദാർത്ഥങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് സഞ്ചരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി പോകാൻ, അത് പാത്ത് അല്ലെങ്കിൽ ആ വഴി സുഗമമാക്കാൻ സഹായിക്കുന്നവരാണ് ഈ ഫൈബർ അല്ലെങ്കിൽ നാരുകളാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ അവിടെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഇത് വേസ്റ്റ് വന്നിട്ട് വൻകുടലിൽ ഏറ്റവും വലിയ വേസ്റ്റ് വരുന്നു, പിന്നെ അത് താഴെ പോകുന്നുണ്ട്. അപ്പോൾ അത്രയാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത്, മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്?
താലോലം എന്ന് പറയും. പൈനട്ട് താഴെയാണ് താലോലം കൊടുക്കുക. സങ്കര തക്കാളി ഏതാണ്? സങ്കര ഇനം തക്കാളി എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ? അക്ഷയ. സങ്കര ഇനം തക്കാളി അക്ഷയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണം CPCRI തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടവിള കേന്ദ്രം മാത്രമല്ല, തോട്ടവിള എന്ന് പറയുമ്പോൾ എന്ത് വരുന്നുണ്ട് ഇവിടെ? കാസർഗോഡാണ്. കേന്ദ്ര അല്ല, തോട്ടവിളയും കൂടി ഉണ്ട്. അപ്പോഴാണ് എന്ത് വരേണ്ടതുണ്ട് ഇവിടെ? കാസർഗോഡ് വരുന്നുണ്ട്. അത് നോട്ട് ചെയ്യാം. കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. നെക്സ്റ്റ് വൺ, ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പരബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഇക്കോളജിയാണ് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം